നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നു. ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ്, സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷൻ പദ്ധതിയുടെ ഏപ്രിൽ മാസത്തെ ഗഡു വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. 1000 രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ തുകയാണ് സ്ത്രീ സുരക്ഷാ വീട്ടമ്മ പെൻഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ DBT സ്റ്റാറ്റസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ മാസത്തെ വിതരണത്തിന് വേണ്ടിയുള്ള അതിൻ്റെ നടപടികൾ ആരംഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന അമ്മമാർ അവരുടെ സ്റ്റാറ്റസ് സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് കൂടി ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളിത് വീഡിയോ വഴി അറിയിച്ചിരുന്നു. അതായത് നമ്മളുടെ പെൻഷനർ ID ഉണ്ടാകും, അല്ലെങ്കിൽ ആധാർ നമ്പർ ഉണ്ടാകും. അതുമല്ല എങ്കിൽ K-സ്മാർട്ടിൽ ആപ്ലിക്കേഷൻ ഫയൽ നമ്പർ കൃത്യമായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഫയൽ നമ്പർ, ഇത് ഉപയോഗിച്ച് നമുക്ക് സ്റ്റാറ്റസ് പരിശോധിക്കാം. അപ്രൂവ് ആണെങ്കിൽ നമുക്ക് മുൻപ് ലഭിച്ചിട്ടുള്ള സഹായത്തിന് ഉൾപ്പെടെ വിശദാംശങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇനി ഇത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ അപേക്ഷയിൽ പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ കാണാൻ സാധിക്കും. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി ഇനി എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തേണ്ടവരാണെങ്കിൽ അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു ധനസഹായവും മുടക്കാതിരിക്കുക. പ്രത്യേകിച്ച് സ്ത്രീ സുരക്ഷാ പെൻഷൻ പോലുള്ള ആനുകൂല്യങ്ങൾ 60 വയസ്സ് വരെ നമുക്ക് ലഭിക്കുന്ന ഒരു പദ്ധതി ആനുകൂല്യമാണിത്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം വാങ്ങുന്ന കർഷകരെല്ലാം ശ്രദ്ധിക്കുക. നമുക്ക് 3 പ്രധാന കാര്യങ്ങളാണ് ആനുകൂല്യം വാങ്ങുന്നതിന് പൂർത്തിയാക്കേണ്ടത്. മുൻപ് ഇത് പൂർത്തിയാക്കിയവർക്കാണ് ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. എങ്കിൽ പോലും ആനുകൂല്യം മുടങ്ങുന്നവർ, അതോടൊപ്പം തന്നെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. നിലവിൽ ഗുണഭോക്തൃ സ്റ്റാറ്റസ് ആണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഇതിൽ ഇലക്ട്രോണിക് KYC, ലാൻഡ് സീഡിങ്, ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്, ഈ 3 കാര്യങ്ങളാണ് എല്ലാം ശരിയായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത്. ഈ കാര്യങ്ങളെല്ലാം ശരിയായവർക്ക് കൃത്യമായിട്ട് തുക ലഭിക്കേണ്ടതാണ്. എല്ലാം പൂർത്തിയാക്കിയിട്ട് തുക ലഭിക്കാത്തവരുണ്ടെങ്കിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് ആധാറിൻ്റെ വെബ്സൈറ്റിലൊന്ന് പരിശോധിക്കുക. ചിലപ്പോൾ തുക കയറാത്തതിൻ്റെ കാരണം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ്ങിൽ ഉണ്ടായിട്ടുള്ള പിഴവുകളാവാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ആരംഭിക്കേണ്ടതുണ്ട്. അക്കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യമായിട്ട് നമ്മളുടെ സ്ഥലത്തിൻ്റെ കരമൊക്കെ അടയ്ക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. നിലവിൽ ലാൻഡ് റെക്കോർഡെല്ലാം കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നവർക്കാണ് ആനുകൂല്യങ്ങൾ മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നത്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്ത് ആധാർ കാർഡുകൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് അറിയിപ്പുകളുണ്ട്. പ്രത്യേകിച്ച് 5 വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളുടെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തിയിരിക്കണം. 5 വയസ്സ് മുതൽ 17 വയസ്സ് വരെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി, ആധാർ സേവാ കേന്ദ്രങ്ങൾ വഴി സൗജന്യ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ സാധ്യമാണ്. പ്രത്യേകിച്ച് വിവിധ പരീക്ഷകൾ, എൻട്രൻസ് പരീക്ഷകൾ, അല്ലെങ്കിൽ വിവിധ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഫേസ് ഒതൻറ്റിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത OTP, ഇങ്ങനെ പല കാര്യങ്ങൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. പുതുക്കാത്ത ആധാർ കാർഡുകളിൽ ഇതൊന്നും തന്നെ വിജയകരമായിട്ട് പൂർത്തിയാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആധാർ കാർഡിൽ നമ്മളുടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിലവിൽ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്ഡേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ബയോമെട്രിക് അപ്ഡേഷൻ, ഫിംഗർ പ്രിൻറ്റ്, അതോടൊപ്പം തന്നെ ഐറിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്കാൻ ചെയ്യൽ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് അപ്ഡേഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ റേഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ മാസം തന്നെ മെയ് മാസത്തെ റേഷൻ കൂടി വാങ്ങാവുന്നതാണ്. അതായത് 2 മാസത്തെ റേഷനാണ് ഇപ്പോൾ ഒരുമിച്ച് വിതരണം നടത്തുന്നത്. 2 മാസത്തെയും സെപ്പറേറ്റ് ആയിട്ട് മതിയെങ്കിൽ ആ രീതിയിൽ വാങ്ങാനുള്ള സംവിധാനം റേഷൻ കടകളിൽ ഒരുക്കിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.